നമ്മുടെ ഓർമ്മകളിൽ പലപ്പോഴും നല്ലതും ചീത്തയും എല്ലാം സമ്മിശ്രമായിട്ടുള്ള ഒരു 30 വർഷക്കാലത്തെ ദീർഘമായ ഒരു നമ്മുടെ ഔദ്യോഗിക കാലയളവിനുള്ളിൽ വളരെ സമ്മിശ്രമായിട്ടുള്ള രോഗികളുടെ പക്ഷത്ത് നിന്നും പിന്നെ പ്രത്യേകിച്ച് ഇത് രാമുഖമായി പറയാൻ കാരണം ഹ്യൂമാനിറ്റീസ് ആണ് ഇന്നത്തെ വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാ തരത്തിലുള്ള നല്ലത് കേട്ടിട്ടുണ്ട്, ചീത്ത കേട്ടിട്ടുണ്ട്, മോശം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപാട് ദൈവതുല്യനായിട്ട് കണക്കാക്കുന്ന പോലെ തന്നെ പിശാചിനെ പോലെ തന്നെ കണക്കാക്കിയിട്ട് മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. അതിലെവിടെയാണ് നമ്മുടെ പാളിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ കുഴപ്പമാണോ, അവരുടെ എക്സ്പെക്ടേഷൻ ഒത്ത് നമുക്ക് ഉയരാൻ കഴിയാത്തതാണോ, അതോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പലപ്പോഴും പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണോ, എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണെങ്കിൽ എല്ലാവരും ഒരേപോലെ നമ്മൾ കുറ്റപ്പെടുത്തണമായിരുന്നു. ഇനി അതല്ല, എക്സ്പെക്ടേഷൻ ആണെങ്കിൽ ആ എക്സ്പെക്ടേഷനെ നമുക്ക് കഴിയുന്ന പരമാവധി ഉള്ളിൽ നിന്നുകൊണ്ട് ചെല്ലും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കേസിലേക്ക് വരാം. ചെറിയ ഉദാഹരണം എന്തുകൊണ്ട് പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റേഡ് അതെല്ലാവരും മുന്നേ ആണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഈ കോട്ടയത്ത് വെച്ച് നടന്ന ഒരു സ്കൂൾ കലോത്സവത്തിൽ ഹാമർ ത്രോ എറിഞ്ഞ് ഒരു കുട്ടിയുടെ തലയിൽ ഹാമർ വീണ് തലച്ചോറ് മുഴുവൻ പുറത്തായി കുട്ടി മരിച്ചു. ഈ കുട്ടിയെ വരുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ എത്തിയത് മുതൽ ഓപ്പറേഷന് ഞങ്ങൾ എടുത്ത ഏറ്റവും ചുരുങ്ങിയ സമയം 1.5 മണിക്കൂറാണ്. ഈ 1.5 മണിക്കൂറിൽ രോഗിയെ കാണണം, രോഗിക്ക് CT എടുക്കണം, എക്സ്റേ എടുക്കണം, ബ്ലഡ് അറേഞ്ച് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യണം. മൊത്തം 1.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യൽ സമയമാണ്. നമ്മൾ ഗോൾഡൻ അവർ എന്നൊക്കെ പറയുന്ന ആ സമയത്തിനുള്ളിൽ നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ പേഷ്യൻ്റ് വന്നപ്പോൾ തന്നെ തലച്ചോറെല്ലാം വെളിയിലായിരുന്നു. അപ്പം തന്നെ പറഞ്ഞതാണ് കുട്ടി രക്ഷപ്പെടാനുള്ള സാധ്യത തുലവും കുറവാണെന്നുള്ളത്. അവർ അംഗീകരിക്കുകയും ചെയ്തതാണ്. ഈ 17 ദിവസത്തോളം എൻ്റെ ICU തന്നെ രോഗി കിടന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കുട്ടിയുടെ അച്ഛനമ്മയോട് ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ശീലം അതാണ്. രാവിലെയും വൈകുന്നേരവും ICUവിനകത്ത് കിടക്കുന്ന രോഗികളുടെ ബന്ധുക്കളോട് വളരെ കൃത്യമായിട്ട് കാര്യം ഒന്നും മറച്ചു വെക്കാതെ കാര്യങ്ങൾ പറയുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായതുകൊണ്ട് തന്നെ ഇവരോടും പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രോഗി ഏത് ആശുപത്രിയിലും വേണമെങ്കിൽ കൊണ്ടുപോകാം, നമുക്ക് എഴുതി തരാം, എല്ലാ കണ്ടീഷനും ഞങ്ങൾ ചെയ്ത് അടക്കമുള്ള എഴുതി തരാം, വേണ്ടല്ലോ സാറ് ചികിത്സിച്ചാൽ മതി എന്ന് പറയുകയും ഏകദേശം 17 ദിവസത്തോളം നമ്മൾ ചികിത്സിച്ചു. 17 ദിവസത്തോളം ചികിത്സിച്ച് 17-ാം ദിവസം കുട്ടി മരിച്ചുപോയി. 19-ാം ദിവസം ഈ രോഗിയുടെ അച്ഛനും അമ്മയും വരുന്നു. ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി സ്കൂളിൽ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ഒരു ഡിലേ ഇല്ലാതെ അപ്പം തന്നെ ഞാൻ ഇൻഷുറൻസിൻ്റെ പേപ്പറുകളെല്ലാം വരുത്തി ആ റൂമിൽ വെച്ച് തന്നെ നല്ല ഒപ്പിട്ട് കൊടുക്കുന്നു. അന്ന് വൈകുന്നേരം ഒരു വീഡിയോ ക്ലിപ്പിംഗ് എനിക്ക് കിട്ടുകയാണ്. കർമ്മ ന്യൂസിൻ്റെ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് എൻ്റെ മകൻ മരിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. പുറത്ത് കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോകാൻ അനുവദിക്കാതെ ഇവിടെ ഇട്ട് ചികിത്സിച്ച് എൻ്റെ മകനെ കൊന്നു എന്നുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിന് തുല്യമായ അർത്ഥം വരുന്ന രീതിയിൽ അത് പ്രതികരിച്ചു എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അതാണ് ഒരു അനുഭവം എന്ന് പറയാൻ സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഇവിടെ ആരുടെയാണ് കുറ്റം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അത് വിധി എഴുതേണ്ടത് ബാക്കിയാണ്. ഈ അഖിൽ എന്ന് പറയുന്ന പയ്യൻ എൻ്റെ അടുത്തൊരു 8 വർഷം മുന്നേ വരുന്നത് ഗുരുതരമായിട്ടുള്ള ഹെഡ് ഇഞ്ചുറിയോട് കൂടിയാണ്. ഞങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും ദൈവത്തെ പോലെയാണ് ഡോക്ടറെ കാണുന്നത്. ഞാൻ കൊണ്ട് ഈ മോനെ ആക്സിഡൻ്റ് ആയി 2016 എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയതാണ്. അവൻ MBBSന് ഇവർ രണ്ടും എൻട്രൻസ് എഴുതിയിട്ട് അവനും കിട്ടിയില്ല, ഇവനും കിട്ടിയില്ല. ഇവന് 20,000 റാങ്ക്, പക്ഷെ അന്ന് പൈസ കൊടുക്കാനില്ലായിരുന്നു. അവൻ്റെ അച്ഛൻ വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചു. 2 വർഷം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ വീട്ടിൽ വന്ന് അഖിലേ പാടാ ഞാൻ വന്നില്ല എന്നും പറഞ്ഞ് വിളിച്ച് പുറകെ കയറ്റി കൊണ്ടുപോയതാണ്. പോയി വളവനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എതിരെ വന്ന ഒരു കാർ ഇടിച്ച് തെറിച്ചു പോയി. ആ കൂട്ടുകാരൻ്റെ പാദത്തെ കൂടെ വാഹനം കയറി. ഇവൻ തെറിച്ച് ഒരു ലോറിയുടെ അടിയിൽ പോയി കിടന്നു. പാർക്ക് ചെയ്തിരുന്ന ആരും കണ്ടില്ല. പോലീസ് വന്ന് വാഹനങ്ങളൊക്കെ മാറ്റി ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഒരു കുട്ടി ജീവിച്ചവൻ പോലെ കൈയും കാലും കൂടി കിടക്കുക. അങ്ങനെ കൈയൊടിഞ്ഞില്ല. അങ്ങനെ പോലീസുകാർ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു.
അവർ പരിശോധിച്ചപ്പോൾ ഒന്നും ചെയ്യാനില്ല, അവിടെ പുറത്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ അവിടെ വയലൻ്റായി. ഇതിനെ ഐ സി കയറ്റു, അല്പമെങ്കിലും ജീവനുണ്ടല്ലോ, ബോധമില്ലെന്നല്ലേ ഉള്ളൂ, ഐ സി കയറ്റു. അവർ പറഞ്ഞ വാചകം, ഐ സിന്ന് ഇങ്ങോട്ട് ഇറക്കിയാൽ ഇതങ്ങോട്ട് കയറ്റിയാൽ ഇറക്കണതും പോകും ഇതും പോകും എന്ന് പറഞ്ഞു. കയറ്റിയില്ല. ഞാൻ അവിടെ ചെന്നു. ഞാൻ എന്ത് വിഷമിച്ച് ആലോചിച്ചു എന്ത് ചെയ്യും. അപ്പം ഞാൻ ആലപ്പുഴ കളക്ട്രേറ്റിൽ ഒരു ഡെയിലി വേജസ് ജീവനക്കാരനായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ രാത്രി 9:30-10 മണിയായി. ഞാൻ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലോട്ട് വിളിച്ചു. അന്നേരം എന്താ ഉദയൻ ചേട്ടാ? അന്നേരം കളക്ടർ ചോദിച്ചു, എന്താ? ഉദയൻ്റെ മോനിങ്ങനെ അവർ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. കളക്ടർ നേരിട്ട് അവിടെ ബന്ധപ്പെട്ടു. ഉടനെ ഒരു ആംബുലൻസ് IC ഉൾപ്പെടെ നേഴ്സ് ഡോക്ടർ ഉൾപ്പെടെ കയറി വന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അന്ന് ഇതിലെ ഡ്യൂട്ടി ഒരു തടിച്ച അസ്ഥി ഡോക്ടറായിരുന്നു. എന്തൊരു പേര്? ഓർത്തോയുടെ ഒരു അസ്ഥി ഡോക്ടറായിരുന്നു, നല്ല തടിയൻ. അങ്ങേര് ഏതാണ്ടൊക്കെ ചെയ്തേച്ച് IC തുണിയൊക്കെ ഇത് ചെയ്യാൻ പറഞ്ഞു ഇട്ട് അങ്ങേരുടെ അണ്ടറിൽ ഒരാഴ്ചയോളം കിടന്നിട്ട് എല്ലാ ദിവസവും ഞാൻ ചെന്ന് തൊഴുത്, ഡോക്ടറെ എന്തായി? അത് രക്ഷയില്ല, അത് പോക്കാം. നേരിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവരാരും നോക്കുന്നില്ല, ഒരു കുറ്റവും പറഞ്ഞു. അതുവഴി അവിടെ അന്ന് ഡ്യൂട്ടി സാറായിരുന്നു. സാറ് ഈ കേസെല്ലാം അവിടെ എന്തായാലും സാർ അറിയും. സാറ് വന്ന് പരിശോധിച്ചു. സാറിനും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. സാറ് അവനെ പൊന്നുപോലെ മകനെ നോക്കുന്ന പോലെ ഓരോ ദിവസവും അവൻ്റെ പൾസും എല്ലാം ശ്രദ്ധിച്ച്, അവിടെ മെഡിക്കൽ കോളേജാണ്, ഒരാഴ്ചയിൽ കൂടുതലൊന്നും ICUയിൽ ഒരു പേഷ്യൻ്റ് ഇടാൻ പറ്റത്തില്ല. സാർ ഇടപെട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർക്കുമുള്ള സീറ്റ് കൊടുത്ത് അവനെ അവിടെ കിടത്തി കഴിഞ്ഞു ഒരു ദിവസം. എന്നിട്ട് പിന്നെ പരിശോധിച്ചിട്ട് സാറ് റൂമിൽ പോയിരിക്കും, ഞങ്ങൾ ചെല്ലും. അപ്പം പറയും, പ്രാർത്ഥിക്ക്, ഈ വാചകയെ സാറിന് പറയാനുള്ളൂ. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് താൻ പാതി ദൈവം പാതി. അതുവഴി ഞാൻ പിന്നെ ഒരു ദിവസം ചെന്നു. അപ്പം സാറ് വന്ന് പറഞ്ഞു, ഡെവലപ്പ് ആകുന്നുണ്ട്. ഒരു 16 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത് അല്ലേ? കണ്ണൊന്ന് തുറന്നു. ഈ ഒരു മാസം 45 ദിവസം കഴിഞ്ഞാണ് ഇത് പതിയെ സാറ് ഇച്ചിരി നേരം എടുത്ത് വയ്ക്കും, പിന്നെയും വയ്ക്കും. അങ്ങനെ കൃത്രിമ ശ്വാസോച്ഛ്വാസം അങ്ങനെ തന്നെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇച്ചിരി ഡെവലപ്മെൻ്റ് ഉണ്ട്, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ മൈക്ക് അനൗൺസ്മെൻറ്റ്, അഖിലിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ICയിലേക്ക് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അപ്പം അഖിലിൻ്റെ അച്ഛനാണോ? അതെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ICയിൽ അന്നുണ്ടായിരുന്ന ഡോക്ടർ അനസ്തേഷ്യ ഡോക്ടറാണെന്ന് തോന്നുന്നു. അങ്ങേര് എന്ന് പറഞ്ഞ് അഖിൽ പോയി അറിയിക്കേണ്ടവരെ അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇത് ബാലകൃഷ്ണ സാർ നോക്കുന്ന പേഷ്യൻ്റ് നിങ്ങളാരാണ്? എൻ്റെ വികാരത്തിന് നിങ്ങളാരാണെന്ന് ചോദിച്ചു. ഞാൻ അനസ്തേഷ്യയുടെ എനിക്കാണ് ഇവിടെ ഡ്യൂട്ടി. എന്നാൽ ബാലകൃഷ്ണ സാറിനെ വിളിക്കൂ. നേഴ്സന്മാരോട് പറഞ്ഞിട്ട് അവരും വിളിക്കുന്നില്ല. സംഭവം ഞാൻ സാറിനെ വിളിച്ച ഉടനെ സാർ ഓടി വന്നു. കാർഡിയോളജിനെ വിളിക്കുന്നു, മറ്റു ഡോക്ടർമാരെ വിളിക്കുന്നു. എല്ലാവരും കൂടെ അവനെ ഇങ്ങനെ കിടക്കുന്ന കുട്ടീനെ എടുത്തിട്ട് 2 മണിക്കൂർ ചെയ്ത് അതിൻ്റെ ഇത് കയറി അതിന് തീരെ താന്നുപോയി. അപ്പം നിമിഷം പോകും ആ കണ്ടീഷനിലാണ്. സാറത് എല്ലാവരെയും വിളിച്ചു വരുത്തി. 2 മണിക്കൂർ സാർ അവിടെ ഇരുന്ന് പറഞ്ഞു, കയറിയിട്ട് ഉയർന്നു വരുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. സാറ് വീണ്ടും വൈകുന്നേരം വന്നു, പരിശോധിച്ച് കുഴപ്പമില്ല, പഴയ നോർമൽ കണ്ടീഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്നന്ന് ഉള്ള വിവരങ്ങൾ ഞങ്ങൾ പറയുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. സാറ് ഞങ്ങളുടെ ദൈവമാണ്. അതുപോലെ തന്നെ അവിടെ എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആയി ഇങ്ങനെ വന്ന് കിടക്കുന്ന രോഗികളോട് സാറ് പറയും, അവിടെ ഒരു അഖിലുണ്ട്, നിങ്ങൾ അവരോട് ആ രക്ഷകർത്താക്കള് എങ്ങനെയാണ് അവരെ നോക്കിയത് എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. സാറേ, എനിക്ക് എന്തെല്ലാം സഹായം. സാറിനോട് ഞാൻ കേണപേക്ഷിച്ചു, സാറേ ഒന്ന് പുറത്തേക്ക് ഇതാ, അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണുമ്പോൾ അവൻ്റെ മനസ്സ് ഞാൻ നോക്കട്ടെ, ഇപ്പോൾ അവന്
ഇച്ചിരി പനിയുണ്ട്. 2 ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാം, പുറത്തേക്കൊന്ന് ഇറക്കി നോക്കാം. അത് ഐസിയുടെ പറ്റയുള്ള കട്ടിൽ തന്നെ സാറ് സെലക്ട് ചെയ്ത് അതിൻ്റെ അടുത്ത് കിടന്ന പേഷ്യൻറ്റിനെ മാറ്റി. എന്നിട്ട് ഞങ്ങൾ എപ്പോഴും വൈറ്റ് തുണികളാണ് ഇരിക്കുന്നത്, ഒരു കൊതുക് പോലും വന്നിരിക്കാതെ അവനെ സൂക്ഷിച്ച് ഇന്ന് വരെ ഒരു ബെഡ് സോർ എന്ന് പറയുന്ന സാധനവും ഒരു പനിയോ ഈ ചിക്കൻ കുനിയോ കൊറോണ ഒക്കെ വന്നിട്ട് പോലും ഒന്നും അവനെ ബാധിച്ചില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പനിയായി, സാറ് വീണ്ടും ഐസിയിലോട്ട് കയറ്റി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പനി പറഞ്ഞപ്പോൾ ഞാൻ സാറേ തരാമോ, തരാമില്ല, വീണ്ടും തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി. സാറിൻ്റെ വൈഫിനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. സാറിൻ്റെ വൈഫാണ് ഈ ഇത് തൊണ്ട തുളച്ചിരുന്ന ഇതിനൊരു പേരുണ്ടല്ലോ, ടക്കോമസ് ചെയ്തത്. ഡോക്ടർ ദിവസവും വന്ന് നോക്കി, കഫം ഇങ്ങനെ വന്നുകൊണ്ട് നിറയുമല്ലോ, ഇത് നിറയുമ്പോൾ ശ്വാസം കെട്ടില്ല. അവസാനം സാറ് ഇവളെ പഠിപ്പിച്ചു. ഇത് ഞാൻ എന്നിട്ട് മെഷീൻ അവിടെ സ്റ്റാഫൊന്നും അത് ചെയ്യത്തില്ല, അത് പറഞ്ഞാലൊന്നും അവരത് ഉൾക്കൊള്ളില്ല. അപ്പം ഞങ്ങൾ തന്നെ അത് പഠിച്ചു, സക്ക് ചെയ്ത് എടുത്തു, കഫം കെട്ടാതെ നോർമലാക്കി. അപ്പോൾ സാറിൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് നമുക്ക് ട്രക്കോമിസ് മാറ്റണം. അപ്പോൾ സാറും പറഞ്ഞ് മറ്റുള്ളവർ ഇപ്പം മാറ്റാൻ പറ്റത്തില്ല. പിടിച്ച കൈയാൽ ഡോക്ടർ അത് മാറ്റിയിട്ട് കൈപൊത്തി പിടിച്ചു, വീണ്ടും എടുത്തു, കൈപൊത്തി പിടിച്ചു, വീണ്ടും എടുത്തു. അങ്ങനെ 2 ദിവസം ആ ഡോക്ടർ ശ്രമിച്ചു, അതും നോർമലായി. അതിനുശേഷം സാർ എന്നോടൊരു കാര്യം പറഞ്ഞു, ഇവിടെ കിടത്തിയാൽ അവന് ഈ പ്രതിരോധ ശക്തി കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ കൊണ്ടുപോയി, നിങ്ങളിപ്പം അവനെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം, വീട്ടിൽ തന്നെ കൊണ്ടുപോയി അവനെ സുരക്ഷിതമായി നോക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞു. ഞങ്ങൾ വീടിൻ്റെ ഒരു മുറി IC പോലെ ആക്കി, ഗ്ലാസ്സൊക്കെ. ആരെങ്കിലും ഒരു 3 കൊല്ലത്തേക്ക് ഒരു മനുഷ്യനെ അവൻ്റെ മുറിയിലോട്ട് കയറ്റിയില്ല. എല്ലാം വൈറ്റ് ഒരു കൊതുകിൻ വന്നിരുന്നാൽ കാണണം. അങ്ങനെ അന്നന്ന് ഡ്രസ്സ് ഇത് മാറും. അങ്ങനെയൊക്കെ നോക്കി പുള്ളി തന്നെ ചിരിക്കാനും ചരിയാനും ഒക്കെ ഇത്രയും. ഇപ്പോൾ ഇവൻ ഈ കണ്ടീഷൻ തന്നെ ചരി നിവരും, TV വയ്ക്കും, ടാബ് വെച്ചാൽ ഇത് വെച്ച് കൊടുക്കും, പിന്നെ ലാപ്ടോപ്പ് വെച്ച് കൊടുത്താൽ ഈ കൈക്ക് ഇച്ചിരി സ്വാധീനക്കുറവാണ്, ഈ വിരലിനാണ് ബലം. ഇതുകൊണ്ടെല്ലാം അവനത് ചെയ്യും. അവനങ്ങനെ ചെയ്ത് എനിക്ക് വേറെ സന്തോഷമുള്ളൊരു കാര്യം കൂടെ പറയാം ഈ അവസരത്തിൽ. അവന് PSC എക്സാം അപ്ലൈ ചെയ്തു, PSC എക്സാം എഴുതി, പ്രിലിമിനറി എഴുതി പാസ്സായി. അത് കഴിഞ്ഞ് മെയിൻ പരീക്ഷ എഴുതി പാസ്സായി, ലിസ്റ്റിലുണ്ട്. അത് അങ്ങനെ വന്നത് അത് സ്ക്രൈബിനെ പോസ്റ്റ് ചെയ്യും. പണ്ടൊക്കെ നമ്മൾ പറയുന്നവരെയാണ്, ഇന്ന് സ്ക്രൈബിനെ പോസ്റ്റ് ചെയ്യുന്നത് PSC നേരിട്ടാണ്. അവർ ആരോടും പറയില്ല, ആ സമയത്തെ വരുള്ളൂ. പക്ഷേ കണിച്ചുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടുത്തെ HMനോട് ചെന്ന് പറഞ്ഞപ്പോൾ 2 പേരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ട്, അതിൽ ഇന്നയാൾ BBA MD ഏതാണ്ടൊക്കെയാണ്. അവരൊരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും സഹതാപം തോന്നിയാൽ എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതി അവനൊരു സ്പെഷ്യൽ റൂമും ഫാനും ടേബിളും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവർ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കും. A ആണോ B ആണോ C ആണോ അവൻ തൊട്ട് കാണിച്ചാൽ മതി. കാൽക്കുലേഷൻ ഉണ്ട്, കാൽക്കുലേഷൻ അവർ തെറ്റായും ശരിയായും ചെയ്യും. അതിലേതാണെന്ന് ചോദിക്കും, അത് തൊട്ട് കാണിക്കും. അങ്ങനെ പകുതി ആയപ്പോൾ ഓവറോൾ സൂപ്പർവൈസർ വന്ന് പറഞ്ഞു, അഖിലിൻ്റെ ഞങ്ങളെ കയറ്റില്ല, ഞങ്ങൾക്ക് വേറൊരു അവസരം തന്നു, ദൂരെ കാറിലിരുന്നവൻ്റെ ഇത് നോക്കിക്കോളാം. അങ്ങനെ അവർ വന്ന് പറഞ്ഞു, അഖിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ, അവൻ നന്നായിട്ട് പെർഫോം ചെയ്യും, അവൻ ജയിക്കും. പകുതിയായപ്പോൾ അല്ലെ പരീക്ഷ തീരുന്നതിന് 5 മിനിറ്റ് തന്നെ അവൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് ആ ടീച്ചർ എന്നോട് പറഞ്ഞു, ഈ പേപ്പർ കൊണ്ട് നിങ്ങൾ കൊണ്ടുചെന്ന് അതിൻ്റെ വാല്യുവേഷൻ ചെയ്ത് നോക്കുന്നു, അവൻ 80-80% പെരുമാറുന്നു. അതുപോലെ അങ്ങനെ ലിസ്റ്റിൽ പുള്ളി കിടക്കുകയാണ്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ലിസ്റ്റ് നാളെ എടുക്കുമല്ലോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങളുടെ കഷ്ടപ്പാടും സാറാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി തന്നത്. അതിനുദാഹരണം എൻ്റെ നെയ്ബറും എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മൗനുമായ ഒരു ഡോക്ടറെ, ഡോക്ടറായിരുന്നു. അവനെന്ന് വിളിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനായാണ്. യൂറോളജി ഇത് ചെയ്യാൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ പോകും. അപ്പോൾ ഇവൻ IC കിടക്കുക. പുള്ളി പോയി നോക്കി വെച്ചൊക്കെ വന്ന് ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇവൻ്റെ കേസ് ഷീറ്റ് പരിശോധിച്ചു, എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല.
അപ്പോൾ എന്നോടുള്ള പറയാനുള്ള വിഷമം കൊണ്ടാണെന്ന് കരുതി വേറെ ആളുകൾ ഫ്രണ്ട്സിനെ ആ ഡോക്ടറുടെ ഫ്രണ്ട്സിനെ പോയി ഇവർ പറഞ്ഞു രക്ഷയില്ല, ഇതിവിടെ കിടത്തിയിട്ട് കാര്യമില്ല, കൊണ്ടുപോവുകയാണ് നല്ലത്, ഒരു പെൺകുട്ടിയുണ്ട്, അങ്ങനെ വേറെ അടുത്ത് അങ്ങോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്നെങ്കിൽ പോട്ടെ, എന്തായാലും ഞാൻ ഇവനെയും കൊണ്ട് ബോഡിയാണേലും ഇവനെയും കൊണ്ട് വീട്ടിൽ പോകുള്ളൂ എന്ന് തീരുമാനിച്ചു ഞങ്ങൾ. അങ്ങനെ കടന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു രക്ഷയില്ല. ഞാനത് പരിശോധിച്ചു, അവൻ്റെ വയറ് പരിശോധിച്ചിട്ട് ഭയങ്കര ക്രിട്ടിക്കലാണ്, കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെയുള്ളവൻ ഈ അവസ്ഥയിലായപ്പോൾ അവൻ അങ്ങേർക്ക് വന്ന് കാണാൻ വിഷമം. ഞാൻ അവിടെ നാട്ടിലേക്ക് അറിഞ്ഞു, പുള്ളി എന്നവിടെ അരവടഞ്ഞു, മൊത്തം ഹാഷായി, ഇപ്പം കൊണ്ടുവരും എന്നൊരു കണ്ടീഷനിൽ തയ്യാറായി നിൽക്കുക വീട്ടുകാർ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലും പിടിച്ചു നിന്നു. എനിക്ക് ധൈര്യം തന്ന സാറ് ടിനു ഇവരെയൊക്കെ. അപ്പോൾ ആ ഡ്യൂട്ടിയിൽ അന്ന് ഉണ്ടായിരുന്ന ആ സ്റ്റാഫ് 3-4 സ്റ്റാഫ് ഉണ്ടാവും ICയിൽ. അന്ന് 2 പേരേ ഉള്ളായിരുന്നു. അവർക്ക് ഇത് നോക്കാൻ സമയം കിട്ടിയില്ല, അതാണ് അത്രയും താന്നു പോയത്. രാവിലെ സാറ് വന്ന് നോക്കുമ്പോൾ എല്ലാം കണ്ടീഷനും. അപ്പോൾ സാറ് ഒന്ന് വഴക്കിട്ടവരോട്. അപ്പം അവർ വന്ന് നമ്മളോട് മാപ്പ്, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, എല്ലാ BSc ഫൈനൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആക്സിഡൻ്റ്. കോളേജിലൊക്കെ PTAക്ക് വിളിക്കുമ്പോൾ അച്ഛൻ ഈ സ്കൂളിൽ വരുന്ന പോലെ കോളേജ് വന്നാൽ കൂട്ടുകാരൊക്കെ എടുത്തിട്ട് ഓളും. ഞാൻ പറഞ്ഞത് ഇല്ലടാ ഞാൻ വരുമെന്ന് പറഞ്ഞു. ചെല്ലുമ്പം അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ BSc ഫിസിക്സ് അല്ല, അധ്യാപകരും മറ്റൊരു അഖില് എൻ്റെ അച്ഛനാണ്, അവൻ പഠിപ്പിസ്റ്റാണെന്ന് പറഞ്ഞു. എല്ലാ +2 പഠിച്ചപ്പോഴും എല്ലാവരും പഠിപ്പിസ്റ്റാന്ന് പറഞ്ഞു. ഒരലമ്പ് കൂട്ടുകെട്ടോ ഒന്നുമില്ല. ഇവൻ ഒരു ഡോക്ടറല്ലേ, ഡോക്ടറിന് പഠിക്കണവനല്ലേ, അവനാണ് അവൻ്റെ കൂട്ടുകാരനെന്ന് കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിലും വളരെ വിഷമമുള്ള കാര്യം, ഈ എതിരെ വന്നിടിച്ച വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഞങ്ങൾ 1 കൊല്ലം കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടെ ചെല്ലുന്നു. അതിനുശേഷമാണ് നമ്മൾ കേസിൻ്റെ കാര്യം പോകുന്നത്. അതിക്ക് മുമ്പ് തന്നെ ആ പാദം പോയ ഇവനെ ഓടിച്ചിരുന്ന ബൈക്കുകാരൻ്റെ അച്ഛൻ കൊണ്ട കേസ് കൊടുത്തു, വിധിയാക്കി എടുത്തു. ഞങ്ങളതിൽ കക്ഷിയെ ചേർത്തില്ല, പക്ഷേ FIR-ൽ ഇവൻ്റെ പേരെൻ്റെ പുറകിൽ നിന്ന് യാത്ര ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടാമത് ഇപ്പം കേസ് കൊടുത്തു. അവർ 50 ലക്ഷം രൂപ വിധിയായിട്ട് അത് ഈടാക്കാൻ മാർഗമില്ല. അവരേത് 80 വയസ്സുള്ള ഒരു സ്ത്രീയാണ് അതിൻ്റെ ഓണർ. അവർക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും വേറെ ബാങ്കുകാരൊക്കെ ജപ്തി ചെയ്തിട്ടിരിക്കും. അപ്പം ഞങ്ങൾ പിന്നെ ഇതിൻ്റെ പുറകെ പോയിട്ട് അവൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ മോനെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി അപകടകരമായി ബൈക്കുകാരനെ ഓടിച്ചു. പിന്നെ അവസ്ഥ പറ്റി, ഇപ്പം ബൈക്കിന് മുൾക്കാണ് കേസ്. അങ്ങനെ 2ാമത് കേസ് കൊടുത്തപ്പോൾ ആ ജഡ്ജി തന്നെയാണ് ഞാനൊരു വിധി പ്രഖ്യാപിച്ചത്, അതുകൊണ്ട് അതിനപ്പുറമൊന്നും വിധിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. എനിക്കൊരു മോള് കൂടെ ഉണ്ട്. മോളുടെ പഠിത്തം 2 കൊല്ലം പോയി. ഇപ്പോൾ D.Pharm പാസ്സായി ആസ്റ്റർ മെഡിസിറ്റിയിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ അവസ്ഥ. മോനെ അവരെയൊക്കെ ഒന്ന് നോക്കിക്കേ, സങ്കടം തന്നെ. അവൻ വഴക്ക് പിടിക്കുവോ? എല്ലാ വാഹനം ഓടിക്കും, കാറും. ദേഷ്യം വരാറുണ്ടോ അവന്? അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെ അടുത്താ കൂടുതൽ ദേഷ്യം വരുന്നത്? ചുണ്ടി ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കൂല, അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് വീട്ടിൽ ഒരാളുണ്ട്, ഞാൻ അവനെയും കൂടെ ഓർത്തിട്ടായി പറയുന്നത്. എൻ്റെ ഒരു അച്ഛൻ ഇങ്ങനെ ഒരു പാട്ട് പാടാം, അച്ഛനോടാണോ അമ്മയോടാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അച്ഛനാന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ ചോദിക്കും എന്നോട് എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ പറയും അത് വേണം. പ്രാധാന്യം അച്ഛൻ. 42 വയസ്സുള്ള ഒരു അനിയനുണ്ട്. വണ്ടിയിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ഇത് തന്നെയാണ് ഞാൻ വീട്ടിൽ ചെന്നാലും ചെയ്യാൻ പോണത്. അവനെ കാറിലിരുത്തി അവന് ഒരു റൗണ്ട് അടിക്കണം. ഡെയിലി അടിച്ചില്ലെങ്കിൽ ഭയങ്കര വാശി, നമ്മളത് ദേഷ്യം വരും. ഞാൻ ഭയങ്കര സ്നേഹം. ഞാനിങ്ങ് പോകാൻ പാടില്ല, ഞാൻ ഒരിടത്തും പോകരുത്. എവിടെ പോയ സാരി എടുത്താ ചോദിക്കും അമ്മ എവിടെ പോകണം ചോദിക്കും. അവനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവുകയാണെന്നുള്ള ഒരു ഭയം അവനുണ്ട്.
അങ്ങനെ ഒരു ഉൾഭയം ഉണ്ട് പുള്ളിക്ക്. പക്ഷെ അച്ഛന് പോയാലൊന്നും പ്രശ്നമില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല. അവന് ആ ഒരു പക്ഷെ അച്ഛന്റെ വിഷമമുള്ള വാക്കുകളൊക്കെ പറയുമ്പോ അവന്റെ മുഖം മാറണുണ്ട്, അവന് മനസ്സിലാവുന്നുണ്ടെന്ന് എല്ലാം അറിയാം, ഭയങ്കര ബുദ്ധിയാ. കാര്യങ്ങളും അറിയാൻ തോന്നുന്നു. കാരണം അറിയാം ഏത് വണ്ടിയാണ് ആ പോണെന്ന് മുറിയുടെ അകത്ത് കിടന്ന് പറയും. അതൊക്കെ പറയും. അങ്ങനെയൊക്കെ നല്ല മെമ്മറിയാണ്. മെമ്മറി പവർ ഒന്നും കുറവൊന്നുമില്ല, പക്ഷെ പിന്നെ അത്യാവശ്യം സംസാരിക്കുന്നില്ല. കുശുമ്പുണ്ട് ഒത്തിരി. കുശുമ്പ് ഒത്തിരി കൂടുതൽ. ആരുടെ അടുത്താ? അത് പെങ്ങളോട് ആംഗ്യ ഭാഷ പെങ്ങളോടാണ് കൂടുതൽ ഉള്ളത്. പക്ഷെ അവളാണ് അവന്റെ ഇഷ്ടത്തിന് അവൻ എന്താണ് വേണ്ടെന്ന് വെച്ചാൽ അവന് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ അവന് ഇവൻ കഴിഞ്ഞിട്ടേ ഉള്ളു. ഇവനാണ് മൂത്തത്, പക്ഷെ എന്നാലും ഇവൻ കഴിഞ്ഞിട്ടേ ഉള്ളു അവക്ക്. പക്ഷെ ഇവൻ നേരെ മറിച്ച ഒരു അപ്പൊ ഞാൻ ചോദിക്കും, നീ എന്താ അവളുടെ അടുക്ക ഇങ്ങനെ കാണിക്കുന്നത്? അപ്പൊ എല്ലാരും അപ്പച്ചിമാരൊക്കെ ഒന്നിച്ചും പറയാം, എടാ ഇങ്ങനെ ഒരു പെങ്ങളെ നിനക്ക് കിട്ടാൻ വലിയ പാടാണ് എന്നൊക്കെ പറയും. അന്നേരം പറയണ അവള് തമാശ പറയണമെന്ന് പറയും. പിന്നെ ആഴ്ചയിലേക്ക് ആകുമ്പോ ചോദിക്കും, ഈ ആള് എന്ന് വരും? ഇങ്ങനെ പറയുള്ളൂ രണ്ടാമത്തെ. അപ്പൊ അച്ഛനാണിത്, ഇതമ്മ, അത് കഴിഞ്ഞ അവള്. അങ്ങനെ ഇങ്ങനെ ചോദിക്കുള്ളൂ, ഇതെപ്പോ വരും? അന്വേഷിക്കും. പക്ഷെ അന്വേഷിക്കും. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് വരും, വന്നില്ലെങ്കിൽ തിരക്കും എന്നൊക്കെ ചോദിക്കും. ഇതുകൂടാതെ വേറൊരു അനുഭവം കൂടെ ഉണ്ട് എനിക്ക്. ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ ഇവന് ഒരു ഫിസിയോയുടെ ഡോക്ടർ, ഉണ്ണി പിന്നെ അഞ്ജന മാഡം അവിടെ ഡിപ്പാർട്ട്മെന്റ് ജോലിയാണ്. അപ്പൊ ഇവനവിടെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. അപ്പം അവര് ഈ സ്റ്റാഫൊന്നും വന്ന് ഫിസിയോ ചെയ്യത്തൊന്നുമില്ല, അവര് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഒരു മെഷീൻ KCB വേണുഗോപാൽ ഈ ഹോസ്പിറ്റലിന് കൊടുത്തു. ഇങ്ങനെയുള്ള രോഗികളെ കയറ്റി ഇങ്ങനെ ബെൽറ്റിട്ട് നിർത്തിയിട്ട് പതിയെ ഈ കാലിങ്ങനെ ചവിട്ടി നടത്തിക്കാൻ ഉള്ള ഒരു ഇതാണ്. ആ മെഷീൻ കൊണ്ടുപോയിട്ട് ഉദ്ഘാടനം ചെയ്ത് അവനെ സ്വിച്ചിടുമ്പോഴാണ് പതിയെ ഇവനെ കയറ്റി വീൽചെയറെ കൊണ്ടുചെന്ന് വെച്ച് ബെൽറ്റിട്ട് കയറ്റി ഇങ്ങനെ നിർത്തിയിട്ട് പതിയെ ഇങ്ങനെ ആദ്യം മെഷീനിൽ നടത്തുന്നു, പിന്നെ മെഷീൻ്റെ ബെൽറ്റ് താത്തിക്കൊണ്ട് കാല് ഓരോ സ്റ്റെപ്പ് വെച്ച് അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് വന്നതാണ്. അപ്പോൾ അവർ ട്രാൻസ്ഫർ ആയിപ്പോയി. പിന്നീട് വന്നവർ എല്ലായിടത്തും ഉണ്ടല്ലോ, ഏത് വീടിൽ. പിന്നെ വന്ന ഡോക്ടർക്ക് അത് താല്പര്യമില്ല, ചെയ്യിക്കത്തില്ല. അതുകൂടാതെ ഒരു ഇലക്ട്രിക് വീൽ ചെയർ അനുവദിച്ചതാണ് ഈ അഞ്ജന മാഡം. ഈ 100% അർഹത ഇവനാണെന്നും പറഞ്ഞാൽ അനുവദിച്ച് എഴുതി ഇട്ടേച്ച് പോയതാണ്. അവര് അതും തന്നില്ല. അവര് പറയുന്നത് പിന്നെ മന്ത്രി വിളിച്ചു ഇന്ന കൊടുക്കണമെന്ന് പറഞ്ഞു, ഞാനെന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞു. ഇതൊരു വലിയ അതുണ്ടായിരുന്നെങ്കിൽ അവൻ, അപ്പം എന്നോട് ചിലർ പറഞ്ഞു അവൻ അന്നേരം എഴുന്നേക്കാനോ നടക്കാനോ ശ്രമിക്കുകയില്ല, ഇതിലായി പോകും, അങ്ങനെ ആയിപ്പോകുമെന്ന് പറഞ്ഞ് ആ വിഷമം അങ്ങ് മാറി. ഈ വികലാംഗ സർട്ടിഫിക്കറ്റ് ഒക്കെ 90% തന്നു. അത് 90%. മറ്റേ ഐഡന്റിറ്റി കാർഡ് ഇപ്പോൾ ഉള്ള സ്വയംഭം, അത് ഐഡന്റിറ്റി കാർഡും ഇപ്പൊ അക്ഷയ വഴി അപ്ലൈ ചെയ്തൊരു ഐഡന്റിറ്റി ആധാറുണ്ട്, പിന്നെ ഇലക്ഷൻ ഐഡന്റിറ്റി ഉണ്ട്, ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. സാറ് പിന്നെ എല്ലാ ദിവസവും ICU ഇറങ്ങുമ്പോഴേ എന്താണ് എന്നുള്ളതിന്റെ ഓരോരുത്തർ വിളിക്കുമല്ലോ. അതുകൂടാതെ സാറേ, അപ്പൊ ഞങ്ങള് ഒരു പ്രാവശ്യം കൊണ്ടുവന്നു കേട്ടോ. കസേരയിലിരിക്കും. ഇപ്പൊ ക്യൂവില് നിൽക്കുവാണ് നമ്മളിങ്ങനെ. അപ്പൊ അഖില് എന്ന് പറയുമ്പോ എന്താ സാറ് പറയാൻ പോണെന്ന് ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. പക്ഷെ കുറേ ദിവസമായി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് ഇനി നീ പോകുന്നു. സാറ് പറയുന്നത് പ്രാർത്ഥിക്ക്, അത്ര എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ അപ്പുറം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ഇതുപോലൊരു അനിയനുണ്ട്. അപ്പം അവൻ ജന്മന തന്നെ അങ്ങനെയാ. ഞാനൊരു 8 വയസ്സ് തൊട്ട് ഞാൻ എൻ്റെ മടി കിടത്തി ഭക്ഷണം കൊടുത്ത് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആ അനിയത്തിയെ കുറിച്ച്, പെങ്ങളെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് പെങ്ങൾ എങ്ങനെയാണ്, വീട്ടില് ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? ഞങ്ങൾ 1 വർഷം മെഡിക്കൽ കോളേജിന്റെ തിണ്ണയില് ICUല്, ഇവൻ അച്ഛനാ വരാന്തയില്
ആണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. മേളിലൊരു റൂമുണ്ട്. അനൗൺസ്മെന്റ് വരുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേളിലും അച്ഛൻ താഴെയും. അപ്പൊ അതെ, മൂന്നാം നിലയിലാണ് ഞങ്ങൾ. കിടക്കപ്പോൾ എത്ര ക്ലീനിങ്ങുകാർ വന്നിട്ട് പറയും ദിവസമായി ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ എന്നാലും ഇവിടുന്ന് ഇങ്ങോട്ട് വരണ എന്താ പറയണമെന്നുള്ളത് അറിയാൻ. മോള് അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവള് +2 കഴിഞ്ഞ് ബികോമിന് പഠിക്കാൻ ചേർത്തപ്പോഴാണ് ഇവന്റെ ആക്സിഡന്റ്. ആ ഒരു വർഷം ഞങ്ങളോടൊപ്പം മെഡിക്കൽ കോളേജിലുണ്ട്. വീട്ടിൽ പോകും, കുടുംബത്തെ അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോകും, ഇച്ചിരി ഇവന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കുറേയൊക്കെ കൈയൊക്കെ കൊണ്ടുവരും. എന്നാലും ആ ഒരു വർഷം അവിടെ ക്ലാസ് വരെയും പോയി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒപ്പം നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അവളെ പിന്നെ ഈ ഡി ഫാമിന് ചേർക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് 2.5 വർഷമായി ഞങ്ങൾ ഇതുപോലെ ഇത് ഞങ്ങൾ യൂണിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ സാറ് ഞങ്ങളെ അത്രയും പേഷ്യൻറ്റിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ നിർത്തത്ത് പോലുമില്ല. സാറ് പറയും എൻ്റെ റൂമിൻ്റെ അവിടെ വന്നേരി, ഞാൻ അതിനുള്ള മരുന്നുകളെല്ലാം എഴുതി തന്നോളാം, അവൻ അവിടെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെയൊക്കെ ഒത്തിരി 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 നമുക്ക് പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല. അതുപോലെ ഒരു ഞങ്ങൾ പറയാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ദൈവം നമ്മുടെ മുമ്പിൽ 15 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സാറിനെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സാറിനെ ശരിക്കും ഈ കേസ് വന്ന് വീഴുന്ന ഓർത്തോഡോക്ടറുണ്ട്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് ആരാ, നമുക്ക് പറയുന്നില്ല അവരെന്താ ന്യൂറോയ്ക്ക് കൈമാറ് എന്നുള്ളത് നമുക്കറിയത്തില്ല. സാറ് ഇവന്റെ കാലിന് വെയിറ്റ് ഇട്ട്, ഈ സാറല്ല ഓർത്തോഡോക്ടർ, വെയിറ്റ് ഇട്ട് ഐസിയുലേക്ക് മാറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞ് സാറ് പിന്നെ ന്യൂറോയുടെ പേഷ്യൻ്റ് ഉണ്ടാവുമല്ലോ ഐസിയുലി. അപ്പോൾ അങ്ങനെ ഈ പേഷ്യൻ്റ് എന്ത് പറ്റിയതാണെന്ന് അങ്ങനെ സാറ് ഇവന്റെ കേസ് ഷീറ്റൊക്കെ എടുത്ത് പല പ്രാവശ്യം ഞങ്ങൾ അറിയുന്നില്ല ശരിക്കും. അങ്ങനെ സാറ് ഇവനെ നോക്കുന്നുണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷെ സാറിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ 15 ദിവസം കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞ് ഇവിടെ ഈ വായിലെ വെന്റിലേറ്ററിൻ്റെ കൊടുക്കുന്നതിനൊരു കാലാവധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ 15 ദിവസം ഇവിടെ കിഴിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ഞങ്ങൾ സാറ് പറയുന്നത് പോലെയാണ് ഞങ്ങൾ ഇപ്പോൾ വരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. സാറാണ് പറഞ്ഞത് പിന്നെ ആയുർവേദം ഉള്ളിൽ കൊടുക്കണ്ട, ആയുർവേദം ഫിസിയോതെറാപ്പി ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് ആ സാറിൻ്റെ ആ ഒരു അഭിപ്രായം ചോദിച്ച് അറിഞ്ഞതിന് പിന്നെയാണ് ഞങ്ങൾ ആയുർവേദ ഫിസിയോതെറാപ്പിയിലേക്ക് പോയത്. പിന്നെ ജില്ലാ ആശുപത്രിയിൽ ഒരു വർഷത്തിൽ 3 മാസം 6 മാസം വരെയൊക്കെ പോയി ഇവരുമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ആ ഒരു ഞങ്ങൾ രണ്ടുപേരും എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, കളക്ടറേറ്റിലായിരുന്നു. ആ ജോലി വരെ ഉപേക്ഷിച്ചാണ് നമ്മളൊരു മോനെ, നമുക്ക് 18 വയസ്സ് വരെ ആയി വന്നവന് 19ാമത്തെ വയസ്സ് കയറാൻ പോയപ്പോഴാണ് അവനെ അടിച്ചിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കളയാൻ പറ്റുമോ? എല്ലാവരും ഞങ്ങൾ പറഞ്ഞു ഇവനെ തിരിച്ചു കിട്ടില്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ 3 പേരും കൂടിയേ പോകുള്ളൂ എന്നാണ്. ഓക്കെ. അപ്പം എന്നോട് പലരും ചോദിച്ചു, അവർക്കറിയാമായിരിക്കും നമുക്ക് അത്രയും വിദ്യാഭ്യാസവും ഇതും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവന്റെ അസുഖത്തെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പം പലരും എന്നോട് പറയുന്നത് അവനാ 2 ദിവസം കഴിയുമ്പോൾ അവൻ കണ്ണു തുറക്കും എന്നാ പറയുന്നത്. നമ്മളോട് ഇവർ പറയുന്നില്ലല്ലോ എന്താണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇവനില്ലാതെ പറ്റത്തില്ല. അതായത് ഇവൻ കൂടുതലും നമ്മുടെ അടുക്കലാണ് എന്തും പറയുന്നതും. അച്ഛനോട് പേടി, അപ്പം അച്ഛനല്ലേ അതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇവനില്ലാതെ നമുക്ക് പറ്റത്തില്ലാത്തൊരു ഇതായിരുന്നു നമ്മുടെ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടുന്ന് ഞാൻ ചാടി ചത്തുകളയും, എനിക്ക് പറ്റത്തില്ല ഇവനില്ലാതെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പലരും ചോദിച്ചു, അതൊരു അപ്പം തോന്നുന്ന ഒരു നിമിഷം കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്, പക്ഷേ ഇവനെ നോക്കാൻ ആരുണ്ടാവും എന്ന് ചോദിച്ചു. അവൻ അവിടെ കിടന്ന് നരയിക്കേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ അവനെ നോക്കാം. നമ്മൾ നോക്കുന്നത് പോലെ ആരെ വെച്ചാലും ആരും ഇത്രയും ക്ലിയർ ആയിട്ട് നോക്കത്തില്ല. അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം പെങ്ങളായാലും ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ കാലശേഷം നമുക്കിപ്പോൾ വയ്യാതെ, ഇപ്പോൾ ചേട്ടനും വയ്യാതെയായി, വളരെ മോശമായി. അപ്പം ഇപ്പം ഞാനേ ഉള്ളൂ, എനിക്കും വയ്യാതെയായി. അപ്പം ഞാൻ ഇവനോട് പറയുന്നത്, ഉണ്ണി എൻ്റെ കാലശേഷം നിന്നെ ആര് എന്ത് ചെയ്യും? അപ്പോൾ നീ ഒന്ന് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രമിക്കുക എല്ലാ കാര്യത്തിനും.
ഇപ്പോഴും നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം, കുളിപ്പിക്കണം, അവൻ്റെ കാര്യങ്ങൾ എല്ലാം. യൂറിൻ പാസ് ചെയ്യുമ്പോഴും അതിന് നമ്മളെ വിളിക്കും, ഒച്ചയിൽ വിളിക്കുമ്പോൾ നമ്മൾ വന്ന് അവന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് ചെയ്തു കൊടുക്കണം. ബാത്റൂമിൽ പോണ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോഴും ചെയ്തു കൊടുക്കണം. ഒരു കാര്യവും നമ്മൾ ഞാനില്ലേ അവിടെ അവൻ്റെ കാര്യങ്ങളെല്ലാം ബാത്റൂമിൽ കൊണ്ടുപോയി പെൻഡിങ്ങിലാണ്. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഇപ്പം ഇതുപോലെ ഇരുത്തി കിടത്തിക്കൊണ്ടാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അതിപ്പം മാറി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. സ്പൂണ് ഇല്ല. അപ്പൊ എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഈ കൊക്കോട് നമ്മൾ പാത്രത്തിട്ട് ബെഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പെരക്കി കഴിച്ചോളൂ. ചിലപ്പോൾ നമ്മളെ വിളിക്കും, ഇത് തീർന്ന് വരാൻ വേണ്ടി. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പാസമാണ്, നല്ല സ്പാസമുണ്ട്. നമ്മൾ സ്പാസം ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഏതൊരു മെഡിക്കൽ കോളേജിലെ ICUവിൻ്റെ ചെറിയ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയാൻ, പ്രത്യേകിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ലാക്ക് ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ ഒരു സ്വന്തമായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്. ഫിസിയോതെറാപ്പി ഇല്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിലും ഈ ജോയിൻ്റ്, വിരലുകൾ ഇതെല്ലാം പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടും. ബോധപൂർവമല്ല, കാൺ ഡു ദാറ്റ്. അപ്പോൾ എന്താ പറയുക, അത് കൺട്രാക്ചർ അടിക്കും. ഈ കൺട്രാക്ചർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിനി പേഷ്യൻ്റ് മെച്ചപ്പെട്ട് കഴിഞ്ഞാലും അതിൽ കൂടുതൽ അതിനെ വരയ്ക്കാൻ പറ്റില്ല. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നത് പ്ലസ് ശ്വാസം കൂടെ വരുമ്പോൾ ഈ അഖിലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ ഞങ്ങളെ 2.5 വർഷം കഴിഞ്ഞ് ഇതിനെ കൊണ്ട് സംസാരിക്കാം. 2.5 വർഷം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ വീൽ ചെയറെ കൊണ്ടുവന്ന് സാറിനെ വിളിച്ചപ്പോൾ അഖിലിനെ ഇങ്ങോട്ട് കൊണ്ടുപോരും, മേളിലോട്ട് കൊണ്ടുപോരും, ലിഫ്റ്റ് വഴി അവിടെ അതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ സാറിൻ്റെ കീഴിൽ പഠിക്കുന്ന പിള്ളേർ കുറേ ഗ്യാങ്ങുണ്ട്, അവരുമായിട്ട് സാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇന്നുണ്ടെങ്കിലേ സൊല്ലാനെ കൊടുത്തു. അപ്പം പിള്ളേരിങ്ങനെ എന്താ സാറ് പറഞ്ഞൊരു വാചകമുണ്ട്, ഹി ഈസ് ഇനിഷ്യലി ഡെത്ത് ഇൻ 3 times. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. അപ്പോഴാണ് എൻ്റെ വൈഫും എൻ്റെ മകളും അറിയുന്നത് അത്ര ഇതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ പിള്ളേർ പിന്നെ എൻ്റെ പുറകെ കിടക്കുക, എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്, ഇങ്ങനെയാണ്, എന്തെല്ലാമാണ് സാർ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. ഫോൺ ചെയ്തൊക്കെ ചോദിച്ചു. എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ പറയല് കൊടുക്കുകയും ചെയ്തു. സാറിനിപ്പോ എന്ത് തോന്നുന്നു ഇവനെ കണ്ടിട്ട്? ഞാൻ എപ്പോഴും അത് ചോദിക്കും, ചെക്കപ്പിന് വരുമ്പോ സാറേ സംസാരിക്കുന്നില്ലല്ലോ എന്ന് സാറിനോട് ഈ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം നമുക്ക് എന്നോട് ആദ്യം എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇവനെ സാറിന്റെ കയ്യിലേക്ക് കൈമാറുമ്പോൾ സാറ് ചോദിച്ച ഒരു ചോദ്യം, നമ്മളോട് ചോദിച്ച ഒരു ജീവൻ ഞങ്ങൾക്ക് തന്നാൽ മതിയെന്ന് ഞങ്ങൾ സാറിനോട് ആവശ്യപ്പെട്ടു. അതാണ് ഞങ്ങൾ സാറിനോട് പറയുന്നത്. അപ്പോൾ സാറ് ആദ്യം ചോദിച്ചു, നമ്മളത് മറന്നു, നിങ്ങൾ മറന്നു പോയെങ്കിലും ഞാനത് മറന്നിട്ടില്ല. എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഇത്രയൊക്കെ ആയില്ലേ, അവൻ റെഡിയാവും. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ വന്നോണ്ടിരിക്കും. സാറ് ഈ അവിടെ ചേർത്തല ഭാഗത്തുനിന്ന് ആരും ഇങ്ങനെ വന്നാൽ, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ട് അവിടെ, ഉദയൻ എന്നാണ് അച്ഛൻ്റെ പേര്, അഖിലെന്നാണ് പേഷ്യൻ്റ് പേര്, നിങ്ങളൊന്ന് അവിടെ വരെ പോയി ഒന്ന് അന്വേഷിച്ചു, ഒന്ന് കാണുക അവർ ചെയ്യുന്നത്. അങ്ങനെ ഒരുത്തൻ വന്നു. അവന് ആക്സിഡൻറ്റിൽ പറ്റിയതല്ല, എങ്കിലും അത് ക്ലെയിം കിട്ടാൻ വേണ്ടി പറഞ്ഞ ബൈക്കിന് ഓടിച്ച് ഒരു പോച്ചിട്ട് ഇവിടെ പുറകെ വന്ന ഗുണ്ടകൾ ഇവിടെ അടിച്ച് കടന്നു പോയാൽ ഇങ്ങോട്ട് മറക്കും, ബാക്കി ബോഡിയൊക്കെ വയ്ക്കുകയും കിടന്നുണ്ടെല്ലാം കഴിയും. അങ്ങനെ തലച്ചോറിൻ്റെ ഇത് കൊണ്ട് ഇവരിവിടെ കിടത്തിച്ച് അവർ കൊണ്ടുപോയി. അവിടെ കിടത്തി ഞാൻ ചെന്ന് നോക്കുമ്പം ഒരു മുറിയിലേ ഈ പൂറ സാരിയിലൊക്കെ പുതച്ചും ഇട്ട് ബെഡയിലൊക്കെ ഇട്ട് ആകെ എൻ്റെ അതിനകത്തോട്ട് കയറാൻ വയ്യ. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിച്ചിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ നോക്കിയാൽ പറ്റത്തില്ല, അവനെ പരിചരിക്കണം. അത് ചാച്ചൻ അവനെന്ത് ചെയ്താൽ നോക്കിയല്ല. ഞാൻ ഒരു സ്ത്രീയാണ്, അമ്മയാണെങ്കിലും എനിക്കൊരു പരിധികളുണ്ട് എന്ന് അവർ മറുപടിയും പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ചാച്ചൻ നോക്കിയില്ലെങ്കിൽ വേണ്ട, അമ്മയ്ക്ക് ഈ ഒരു മകനെ വേണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. കുറേ വെള്ള ബെഡ്ഷീറ്റും തലയിണയും
മറ്റേ ഇവൻ്റെ ബെഡ്, എയർ ബെഡ് വേണ്ട, വാട്ടർ ബെഡ് അപ്പോൾ വാട്ടർ ബെഡ് ഇതെല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കാരുണ്യ പ്രകാരം അന്ന് എനിക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു. അത് കാരണം അത് ഞാൻ അതും കൊടുത്തു, ഇതും എല്ലാം കൊടുത്തു നീറ്റാക്കി കിടത്തിയേച്ച് പോയി. പിന്നെ അതേപടി അവസാനം അത് മരിച്ചു. അപ്പം നമ്മൾ പരിചരിക്കുന്നത് ആണ് ഡോക്ടർമാർക്ക് അവർക്ക് ചെയ്യാവുന്ന പരിധികളുണ്ട്. ഡോക്ടറേക്കാൾ ഇരട്ടി ത്യാഗം അല്ല ഇത് ചെയ്യേണ്ട, രോഗിയെ രക്ഷിക്കേണ്ടത് രക്ഷകർത്താക്കളാണ്, നമ്മളാണ്. ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു, അവനുള്ള അസുഖത്തിനുള്ള മരുന്ന് തരുന്നു, ആ മരുന്ന് കൃത്യമായി കൊടുക്കുകയും കൃത്യമായി പരിചരിക്കുകയും ചെയ്തെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെയെങ്കിലും ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. 2 പേര് സാറ് പറഞ്ഞു വിട്ട് 3 പേര് വന്നു. ഒരാൾ നമ്മൾ പറഞ്ഞ പോലെ ഒക്കെ പ്രവർത്തിച്ചു, അവർക്ക് ആളുണ്ടായിരുന്നു. കാരണം അവനിപ്പം ജോലിക്ക് പോകാൻ തുടങ്ങി. അവന് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു, തളർന്നു പോയി, അവിടുന്ന് പൊങ്ങി. അപ്പം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ ആര് പറഞ്ഞു? അത് ഞങ്ങളുടെ ഡോക്ടർ ബാലകൃഷ്ണൻ സാറാ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ബെഡ് സോറ് വന്നിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം അഖിലിന്റെ അച്ഛനും അമ്മയും അഖിലിനെ നോക്കുന്നു എന്നുള്ള പനി വന്നിട്ടില്ല, ബെഡ് ഇതാണ്. പിന്നെ ഒരു വാചകം പറഞ്ഞത്, നമ്മുടെ കാലം കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള ഒരു ആദിയും അത് തന്നെയാണ്. ഞാൻ ഈ നാട് വിട്ടു പോവാത്തതിനും ഈ നാട് ചുറ്റിപ്പറ്റി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. പിന്നെ എനിക്കും കല്യാണം കഴിഞ്ഞ എൻ്റെ ഭാര്യയുടെയും പിന്നെ കുട്ടികളൊക്കെ വളർന്ന് വലുതായി, അവരുടെ നിലപാട് എന്താവും, അവരിത് മനസ്സിലാക്കൂ. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അവർക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റില്ല, അവരവരുടെ ജീവിതങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതങ്ങനെ പോണു. പക്ഷേ ഇപ്പോൾ അവന് 42 വയസ്സായി. അപ്പോൾ ഇപ്പോൾ നമ്മള് അച്ഛന് 92 വയസ്സ്, അമ്മയ്ക്ക് 82 വയസ്സ്, 42 വയസ്സ്. വീട്ടിൽ നല്ല സീനാണ്, പക്ഷെ നമ്മള് ഹാപ്പിയാണ്. കാരണം നമ്മള് ഈ പറയുന്ന പോലെ നമ്മൾ ഈ നോർമൽ ജീവിതം പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഇന്നിങ്ങനെ, നാളത്തെ കാര്യം നാളെ, നമ്മൾ അങ്ങനെ കഴിഞ്ഞു പോകണോ സന്തോഷമായിട്ട്. അപ്പൊ അത് ഞാൻ വിചാരിക്കാറുണ്ട്, നമുക്ക് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോഴും അവൻ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ. ആ ഒരു സന്തോഷം അതൊരു വലുതാ. നമ്മൾ ചെയ്ത് നമ്മുടെ മക്കൾ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാവിയാത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ കാലശേഷം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നില്ല, അതിനൊരു വഴി ഈശ്വരൻ കണ്ടിട്ടുണ്ടായിരിക്കും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിയിട്ട് നാളുകളായി. ഈ 8 വർഷം, ഈ ഒക്ടോബർ 11-ാം തീയതി വരുമ്പോൾ 8 വർഷം പൂർത്തീകരിക്കും. ഈ 8 വർഷം ഇത്രയും നാളായിട്ട് നമ്മൾ ഒരു സ്വസ്ഥതയായിട്ട് ഉറങ്ങിയിട്ട് ഇല്ല. ഉറങ്ങാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇവന്റെ ഒരു ചലനം, അവൻ ഒരു നനങ്ങിയാൽ മതി നമുക്ക് ഇവന്റെ ആ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണോ നമുക്കറിയത്തില്ല. എന്നാലും അത്ര ഇതായിട്ട് ഞാൻ ഈ കസേരയില് പിന്നെ വാർഡില് 7-ാം വാർഡല്ലേ, ഐസിയുന്റെ 7-ാം വാർഡിലേക്ക് മാറ്റിയിട്ട് 6 കട്ടിൽ ഏതാണ്ടേ ഉള്ളൂ ആ വാർഡില്. ആ വാർഡില് ഒരു കസേര ഇട്ട് നമുക്കിങ്ങനെ ഇരിക്കാം, ഒരു ക്യാപ്പുണ്ട്, അത്രേ ഇതേ ഉള്ളൂ. അപ്പം ആ കസേരയിൽ ഇരുന്ന് ഇവനെ ഇങ്ങനെ കൈക്ക് പിടിച്ചാണ് നമ്മൾ കുത്തിയിരുന്നാണ് നേരം വെളുപ്പിക്കുന്നത് നമ്മൾ. ആ ഒരു വർഷം ഒന്ന് ആലോചിച്ച് ചോദിക്കുക, എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടോ. അപ്പൊ ഇങ്ങനെ അപ്പോൾ ആ വാർഡിലെ നേഴ്സന്മാർ ഒന്നിച്ച് പറയും, അമ്മ ഒരു കാര്യം ചെയ്യും, ഇവന്റെ വിരലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയം കൊണ്ട് വിരലൊക്കെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പിന്നെ കാലൊക്കെ അങ്ങോട്ട് വന്ന് നീരായി, ഉറക്കമൊക്കെ നിൽക്കുന്നു. അപ്പോൾ ആ വാർഡിലെ സിസ്റ്റർമാരൊക്കെ ഒത്തിരി നമുക്ക് പറഞ്ഞ് പറ്റത്തില്ല, അത്രയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് അവർ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കസേര കൊണ്ടുവന്നിട്ടിട്ട് ആ കസേരയുടെ പുറത്ത് കാലും കൂടി വെച്ചാണ് നമ്മൾ വെളുക്കുന്നവരെയും കുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കൈ കിട്ടിയതിന് ശേഷം സാറ് ഞങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോഴാണ് ഉള്ളത്. അന്ന് തൊട്ട് പിന്നെ നമ്മൾ ഇപ്പം വരെ
നമ്മൾ അവനെ നല്ല പൊന്നു പോലെയാണ് നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ എന്തെങ്കിലും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയും അവനോട് അങ്ങനെ പറയാതാ. അപ്പൊ പറയുന്നത് നീയാണ് അവനെ കളയുന്നെന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവൻ ഞാനെങ്ങും പോകണ്ടെന്ന് പറയും. ഇവൻ ഞാൻ പോയി ചോദിച്ചപ്പോൾ എവിടെയെങ്കിലും പോയി ചോദിച്ചു പറയും അച്ഛൻ സീനായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇവൻ പറയുന്നത് എന്താന്നുള്ളത്. അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ വഴക്കിട്ടോ രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യണമെന്ന് പറയും. പിശോ അത് പുള്ളി കൈയൊന്നും ഇങ്ങനെ പൊക്കി വെച്ച് നിർത്തിക്കളയും. പിന്നെ ചെയ്യാൻ ഞാൻ പറഞ്ഞത് കൈ 10 പ്രാവശ്യം പൊക്കുക, പെടലി പൊക്കുക, കാല് പൊക്കുക, ഇങ്ങനെ പൊക്കാൻ മേലെ കമന്ന് കിടന്നിട്ട് പൊക്കുക എന്നൊക്കെ പറയും. ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കും പോയാ. എന്നിട്ട് ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കളയും, കള്ളത്തരം കഴിഞ്ഞു. അപ്പൊ ഞാൻ ചൂടാവും. ആ പുള്ളി കേട്ടപ്പോഴും അങ്ങനെ എപ്പോഴും. കേട്ടോ നമ്മള് അവനുമായിട്ട് നമ്മള് പിന്നെ ഞാൻ അടുക്ക ചെന്ന് കിടന്ന് എന്നെ കിടത്തിയില്ല, കുത്തും. അച്ഛൻ ചോദിക്കും ഞാനൊന്ന് കിടന്നോട്ടെ നിന്റെ അടുക്കല്ലേ എന്ന് ചോദിക്കും. അപ്പൊ പറയും കിടന്നോളാൻ പറയും. പിന്നെ കിടന്നു കഴിയുമ്പോ പിന്നെ അതിന് ഇങ്ങനെ പിന്നെ അത് കിടന്ന് അയ്യോ കൊടുക്കും ആർക്കും ഒന്ന് ഓടി വായോ എന്ന് പറയുമ്പോ പിന്നെ ഞാൻ ചെന്നാണ് തൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവൻ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നതാ. അങ്ങനെ അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. പേഷ്യൻ്റെ കാര്യം പറഞ്ഞില്ലേ, യൂട്യൂബിൽ മീൻസ് സോഷ്യൽ മീഡിയയിലിട്ടും. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറീസ് എന്തുകൊണ്ടാണ് സാർ പുറത്ത് വരാത്തത്? പലപ്പോഴും ഡോക്ടർമാർക്കെതിരെ വരുന്ന വാർത്തകളെല്ലാം നെഗറ്റീവാണ്. അതിന് കമ്മ്യൂണിറ്റിക്കകത്തൊരു വൈഡ് ആക്സെപ്റ്റൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എന്നെക്കുറിച്ചും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും തൃശ്ശൂർ വെച്ചും കോട്ടയത്ത് വെച്ചും ഏറ്റവും കൂടുതൽ നല്ല വാർത്തകൾ വന്നിട്ടുള്ളത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നപ്പോൾ ബോധം കെടുത്താതെ തല തുറന്ന് ഓപ്പറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു യൂസഫ് മലാലെ ഓപ്പറേറ്റ് ചെയ്ത തലയിൽ ക്രേനിയോപ്ലാസ്റ്റി ചെയ്യുന്ന വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ക്രേനിയോപ്ലാസ്റ്റി ചെയ്ത വാർത്ത മാതൃഭൂമിയിൽ വന്നതും, അതേപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇഷ്ടംപോലെ വാർത്തകൾ നല്ലതും വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവെ പിന്നെ ഇതാരും കൊടുക്കുന്നില്ല. നമ്മളായാലും ആരെയും വിളിച്ച് നമ്മളൊരു പ്രൊമോഷണൽ പാർട്ടായിട്ട് ഇത് ചെയ്യുന്നില്ല. മറ്റത് അവർ തന്നെ പോകുന്നതാണ്. നമ്മളാരെയും വിളിച്ച് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് മറ്റു വാർത്തകൾ കൊടുത്തു വെച്ചാൽ അത് കൊടുക്കുന്നതിൻ്റെ കാരണം നെഗറ്റീവ് മാത്രം വന്നാൽ പോരാ. കാരണം മെഡിക്കൽ കോളേജ് പോലുള്ള സർക്കാർ ആതുര സ്ഥാപനങ്ങളിൽ ഇഷ്ടംപോലെ നല്ല സർജറി ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അവർക്ക് വരാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഉള്ളത് കൊണ്ടാണ് അത്തരം വാർത്ത കൊടുത്തത്. അല്ലാതെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി ഒരിക്കലും ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ ഒരിക്കലും എൻ്റെ പേര് മാത്രം വെച്ചല്ല കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തം പേരും നേഴ്സുമാരുടെ പേരും എല്ലാം കൂടെ വെച്ചാൽ കൊടുക്കുക. അത് കൊടുക്കുന്നതിൻ്റെ കാരണം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നറിയിക്കാനും കൂടിയായിട്ടാണ്. പക്ഷെ നെഗറ്റീവിന് എപ്പോഴും ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് വാർത്താ പ്രാധാന്യം ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ബാക്കിയുള്ളവരെ അഭിപ്രായം എനിക്കറിയില്ല. ഇതിന് നമ്മളൊരു വേദിയായിട്ട് ഒരു റിക്വസ്റ്റ് ആയിട്ട് വെച്ചോട്ടെ സാർ, ഇങ്ങനെ പോസിറ്റീവ് ഇതിന് കോൺഷ്യസ് ആയിട്ട് അത് മറ്റ് മേഖലയിലുള്ളവർ കൂടുതൽ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് ഒരു കോൺഷ്യസ് റിക്വസ്റ്റ് ആയിട്ട് വെച്ചൂടെ സാർ? ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വാർത്ത വന്നല്ലോ, ചെറിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്തു എന്നും പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് പഠിക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ടോ, സർക്കാർ തലത്തിൽ ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ ആശുപത്രിയിൽ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് വാർത്താ പ്രാധാന്യമാവുന്നത്, ഇങ്ങനെ നമ്മളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളത് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വാർത്ത നമുക്ക് കൊടുക്കാം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാം വാർത്താ പ്രാധാന്യമുള്ളത് ആവണമെന്നില്ല എന്നേ ഞാൻ പറയും. സാർ എന്തെങ്കിലും വാർത്തകളുണ്ടോ, പുതിയ വാർത്തകൾ വല്ലതും ഉണ്ടോ, കൊടുക്കാൻ വല്ലതും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ജെനുവിനിറ്റി, നമ്മുടെ ആത്മാർത്ഥത, നമ്മൾ പറയുന്ന വ്യക്തമാക്കുന്ന വ്യക്തത ഭയങ്കര പ്രധാനമാണ്. ഇതെല്ലാം കൂടിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ ചോദിക്കും, കൊടുക്കാം. പിന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുണ്ട്. ത്രൂ അവരിലൂടെ അത് പോയാൽ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നങ്ങളുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ വരിക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. പിന്നെ അങ്ങനെ ആശയവിടൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഒരു സംഭവം നടന്നു എന്ന് വിചാരിച്ച് ഞാൻ ജനറലൈസ് ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ ജനറൽ ഫീലിംഗ് നല്ലത് തന്നെയാണ്. എൻ്റെ എല്ലാ രോഗികളും പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഒരു രാത്രി അവരുടെ പ്രാർത്ഥനയിൽ എൻ്റെ പേര് ഉൾക്കൊള്ളുകയും
കത്തിക്കുന്ന മെഴുകുതിരിയിൽ ഒന്ന് എനിക്ക് വേണ്ടി കത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവമൊന്നും എന്നെ ബാധിക്കത്തേയില്ല. എൻ്റെ പ്രവൃത്തിയും ബാധിക്കത്തില്ല, എൻ്റെ മാനസികാവസ്ഥയും ബാധിക്കത്തില്ല. അത് അവരുടെ ഫീലിങ്ങിൽ ആ ഒരു അവസ്ഥയിൽ അവരത് പറഞ്ഞു എന്നേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നുള്ളൂ. ചോദ്യമായിട്ടൊന്നും ചോദിക്കാനൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് പേര് ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ, അതുപോലെ അധ്യാപകരുണ്ട്, പിന്നെ സാഹിത്യത്തിലും ഫിലോസഫിയിലും ഒക്കെ പഠിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ 3-4 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ചോദ്യമായിട്ടും അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഞാൻ വിചാരിക്കുമായിരുന്നു അഖിലിൻ്റെ പുണ്യമാണ് നിങ്ങൾ കുടുംബം, അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യമാണ് അച്ഛനും അമ്മയും. കാരണം അവന് ജന്മം കൊടുത്തത്, ഞാൻ കുറച്ച് ഇമോഷണലാണ്, എനിക്കറിയില്ല, അപ്പം അച്ഛൻ സംസാരിക്കുന്ന അതേ മാനസികാവസ്ഥയിൽ ആണ് ഞാൻ സംസാരിക്കുന്നത്. എന്താ പറയുക, ജന്മം നൽകിയതും നിങ്ങളാണ്, അവനിപ്പോൾ ജീവിതം നൽകുന്നതും നിങ്ങളാണ്. അപ്പോൾ എന്താ, ഇപ്പം നിങ്ങളുടെ ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ, സമാധാനമായിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. നിങ്ങളെ നയിക്കുന്ന ആ ഒരു വിശ്വാസം, ആ ഒരു ശക്തി എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ അവരുടെ സന്തോഷം തിരികെ കൊടുത്ത ഡോക്ടർക്കും ആ ഒരു സിസ്റ്റത്തോടും എൻ്റെ ബഹുമാനം കൂടെ ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് മനസ്സിലായതും ഞാൻ മെഡിസിൻ പഠിച്ചതുകൊണ്ട് ആൾക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ എനിക്കൊരു ഡ്രൈവ് ഇല്ല ടു കണ്ടിന്യൂ. പക്ഷെ എനിക്ക് മെഡിസിൻ ആസ് എ ഫീൽഡ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ് ഓൾസോ. പക്ഷെ ഇപ്പോൾ ഇതുപോലെ ഓരോ ഇതിനും ഇതാണ്. ഇപ്പം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് പോയിട്ട് ഇപ്പം എന്താണ് എൻ്റെ വീട്ടിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ കൊണ്ട് കാറിൽ ഇറങ്ങുകയാണെങ്കിൽ അച്ഛനും അമ്മയും കൂടെ കയറും. അവരുടെ വിചാരം അവരിപ്പോഴും 45-35 വയസ്സാണെന്നാണ്. പക്ഷെ 92-82 രണ്ടുപേരെയും പിടിക്കാണ്ട് നടക്കാൻ പറ്റില്ല. അച്ഛന് വാക്കറുണ്ട്, അമ്മയും കൈ പിടിക്കണം. കുട്ടനാ വിളിയോ, കുട്ടനുണ്ട്. എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ ഇറക്കിക്കൊണ്ടുപോയി, അടുത്ത ആളെ ഇറക്കിക്കൊണ്ടുപോയി. പിന്നെ ഇതാണ് നമുക്ക്. എൻ്റെ ഡിസ്കൊക്കെ പോയി ഇത് ചെയ്ത്. പക്ഷേ എന്നിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ പാലായിൽ ഫൈനലി സൂപ്രണ്ട് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, സാർ ഇവിടെ കൊണ്ടുവന്നാൽ മതി, ഞാൻ എല്ലാം ചെയ്തു തരാം. പക്ഷെ പാലായിൽ ന്യൂറോളജിസ്റ്റ് ഇല്ല, അപ്പോൾ ഓർത്തോപീഡീഷ്യനേ ഉള്ളൂ. അപ്പോൾ 60% ഡിസബിലിറ്റിയാണ് നമുക്ക് സർട്ടിഫൈ ചെയ്ത് കിട്ടിയുള്ളൂ. ഇങ്ങനെയൊക്കെ സിസ്റ്റമിക് ആയിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട് സാർ. അത് സാറ് നമ്മളും തിരിച്ചറിയണം. ചില സിസ്റ്റമിക് ഇഷ്യൂസ് നമ്മുടെ ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ പെർഫെക്റ്റ് ആണെന്നും ബാക്കിയുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഈ ന്യൂറോളജിസ്റ്റ് വേണമെങ്കിൽ കോട്ടയത്ത് പോകണം, എന്നാലേ നമുക്ക് 80% കൂടുതലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. എനിവേ 60 വെച്ചിട്ട് ലീഗൽ ഗാർഡിയൻഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് കളക്ടറുടെ ഓഫീസിൽ നിന്ന് അനക്കമില്ല. 3 മാസം കഴിഞ്ഞിട്ടും ഒരനക്കവും ഇല്ല. പിന്നെ ദൈവം എന്ന് പറഞ്ഞതുപോലെ കളക്ടർ നമ്മുടെ അവിടുത്തെ സ്കൂളിൽ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ നമ്മൾ നേരിട്ട് അടുത്തിരിക്കാനുള്ള അവസരം കിട്ടി. പറഞ്ഞതാ ഇങ്ങനെ ഒരു കേസുണ്ട്. അപ്പം കളക്ടർക്ക് നേരിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടോ, 3 മാസമായി ഇതുവരെ വന്നില്ല. ഉടൻ തന്നെ കൂടെയുള്ള ഒരാളോട് പറഞ്ഞു, ഇത് നമ്പർ എന്നിട്ട് പറഞ്ഞു ഫോളോ അപ്പ് ചെയ്താൽ മതി. പിന്നെ ഒരു 2-3 മാസത്തിനുള്ളിൽ അത് ശരിയായി. അപ്പം നമുക്ക് ഒരു അസെൻഡമിലേക്ക് പോകണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ട് വിതിൻ ദ ഹെൽത്ത് സിസ്റ്റം, വിതിൻ ദി സോഷ്യൽ സ്ട്രക്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം, എല്ലാത്തിലും, ബാങ്കിങ് സിസ്റ്റത്തിൽ എവിടെ ചെന്നാലും ഇതൊരു വലിയ കടമ്പയാണ്. ഒരു ഹിമാലയമാണ് ഓരോ സ്റ്റെപ്പും നടക്കേണ്ടത്. ഇൻഷുറൻസിന്റെ കേസിലും ഞാൻ എത്രയോ ബഡ് സ്കൂളിൽ ചേർന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബഡ് സ്കൂളിൽ നമുക്ക് നിറമയ ഇൻഷുറൻസ് വന്നു, നിറാമയ. ആ ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. പക്ഷെ ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കണ്ടാലേ സർട്ടിഫൈ ചെയ്യുള്ളൂ. അപ്പം ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോയി തിരിച്ചു വരുന്നു. അത് തന്നെ വലിയൊരു യാത്രയാണ്. നമുക്കൊക്കെ ഒരു ബസ് പിടിച്ചോ ഓട്ടോ പിടിച്ചോ പോകുന്ന പോലെ അല്ല. ഇങ്ങനെ ഒരാളെ കൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്ലാനിങ് ആണ്. നമ്മളൊരു തീർത്ഥാടനത്തിനൊക്കെ പോകുന്നതിനേക്കാൾ പ്ലാനിങ് വേണം ഒരു ആശുപത്രി വരെ പോകണമെങ്കിൽ. അത് കഴിഞ്ഞ് ഇൻഷുറൻസിന്റെ ക്ലെയിം വേണമെങ്കിലോ വീണ്ടും ആ ഡോക്ടറെ അടുത്ത് പോകണം. അപ്പം പലപ്പോഴും 2 ബസ് പിടിച്ച് ഇങ്ങനെ ഒരാളെ കൊണ്ട് പോവാ എന്ന് പറഞ്ഞാൽ ടാക്സി പിടിച്ചു പോയാൽ അതിന്റെ ചെലവ്, അതിനുശേഷം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, OP ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്ന് അങ്ങനെയുള്ളൂ. എല്ലാ സാറുമാരും സാറ് പറയുന്ന പോലെ ഒരു ആളല്ല. അവരെ ഞാൻ കുറ്റം പറയല്ല, എൻ്റെ പിയേഴ്സ് ആണ്, എൻ്റെ സ്റ്റുഡൻസ് ആകാം. പക്ഷെ സിസ്റ്റം ചില സമയത്ത് ഭയങ്കര ഇൻഹ്യൂമൻ ആണ്, നമ്മുടെ സിസ്റ്റം ഉൾപ്പെടെ. മെഡിക്കൽ ബോർഡിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ളവരിരിക്കുന്നതാണ് മെഡിക്കൽ ബോർഡ്. ആ ബോർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓർത്തോ ഇല്ല അല്ലെ അതില്ലെങ്കിലും അതിന് ഫുൾ പവർ അന്ന് തന്നെ ഡോക്ടർക്കാണ്. അപ്പോൾ ഇവന്റെ കേസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിളിച്ച് വിസ്തരിച്ചു.
താങ്കൾ ഏത് ഡോക്ടറാണ്? അപ്പോൾ അങ്ങേര് പറഞ്ഞു മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നാണ് എന്തോ പറഞ്ഞു. ജനറൽ മെഡിസിൻ എങ്ങനെ ന്യൂറോയുടെ സർട്ടിഫിക്കറ്റ് ചെയ്യാം? സാറ് അന്നേരം അങ്ങേര് കോടതി വാദിച്ചു. ഞാൻ മെഡിസിൻ മാത്രമല്ല, ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കോട്ടി അനുസരിച്ച് എനിക്ക് ഫുൾ അധികാരം മെഡിക്കൽ കോളേജിലെ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ പേരിലാണ് ഞാൻ സർട്ടിഫിക്കറ്റ് തരുന്നത്. അത് വാല്യൂഡ് ആണ് എന്ന് കോടതി മുമ്പാകെ പുള്ളി പറഞ്ഞു. അല്ലാതെ അവിടെ ഓർത്തോ ഇല്ല, അതില്ല ഇതില്ലെന്നൊക്കെ പറഞ്ഞൊഴുകുന്നത് അവർ. അത് ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ കിടന്ന് ഞങ്ങൾ പിശുവയ്ക്ക് ചെന്നപ്പോൾ പിന്നെ പെൻഷൻ വല്ല നമ്പറൊന്നും കിട്ടുന്നില്ല, കൊടുത്തില്ല. അവർ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് കൂടി വെച്ച് 75%, 76. ഇതും കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ആരാ? അവൻ അതൊന്നും അല്ല, 90% ഡിസബിലിറ്റി ഉണ്ടാവും അവരതൊന്നും. അപ്പം അന്നേരം ഈ എതിർ വക്കീൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ, ജഡ്ജിയല്ല ചോദിച്ചപ്പോൾ എനിക്കും പേടിയായി. ഒരു ഡോക്ടർക്ക് ഫുൾ പവർ ഉണ്ടോ? ന്യൂറോയെ കുറിച്ച് അറിയാവോ, ഓർത്തോയെ കുറിച്ച് അറിയാം. ഇപ്പം മെയിനായിട്ട് ന്യൂറോയും ഓർത്തോയും ഉണ്ട്. അന്നേരം അങ്ങേരെ അവിടെ കസർപ്പ് ഉണ്ട്, അങ്ങേരോട് കസർപ്പ് ഉണ്ട്. പോട്ടിട്ട് കുപ്പായിട്ട് ഇവിടെ ബാധിക്കുകയല്ല, മെഡിസിൻ എന്ന് പറയുന്ന ഡോക്ടർ എന്ന് പറഞ്ഞു ഇന്നതാണെന്ന് പഠിക്കാൻ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. പുള്ളി അന്നേരം പുറത്തോട്ടിറങ്ങിയിട്ട് മറ്റുള്ള വക്കീലന്മാർ ക്ഷയിക്കാനുണ്ട്. ഡോക്ടറെ നന്നായി, ഇതുവരെ ആരും ഇങ്ങനെ സംസാരിപ്പിക്കുന്നു. ആ പുള്ളി പറഞ്ഞു ഞാൻ എൻ്റെ അധികാരം പറഞ്ഞു, എനിക്ക് ചെയ്യാവുന്ന കാര്യമാണ്. മെഡിക്കൽ സയൻസിൻ്റെ ഒരു സക്സസ് സ്റ്റോറി ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. ഞങ്ങളിങ്ങനെ മെഡിക്കൽ വിഭാഗത്തിലല്ലാത്തവരും ഇവിടെ നമ്മൾ ഹ്യൂമാനിറ്റീസിലുണ്ട്. അപ്പം നമ്മൾ ഈ മെഡിസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം അതിൻ്റെ ലൊക്കേഷൻ വളരെ പ്രധാനമാണ്. നമ്മളിപ്പം കേരളത്തിലിരുന്നുകൊണ്ട്, ഇന്ത്യയിലിരുന്നുകൊണ്ട്, കാനഡയിലിരുന്നുകൊണ്ട് ഇപ്പം ഈ മോഡേൺ മെഡിസിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയും അതിനെ വിമർശിക്കുകയും അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലാണ് ഇത് ട്രാൻസാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ, കൊച്ചിൻ്റെ അമ്മ പറഞ്ഞപ്പം പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞാണ് ഇത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതെന്നുള്ളത്. അതായത് ഇതൊരു ന്യൂറോളജി പ്രശ്നമാണെന്നുള്ളത് ന്യൂറോ ഫിസിഷ്യൻ്റെയോ സർജൻ്റെയോ കയ്യിൽ എത്തുന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പം നമ്മളിപ്പോഴും ഈ നമ്മുടെ മെഡിസിൻ നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് അല്ലെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ മോഡേൺ മെഡിസിൻ എക്സ്പെൻസീവ് ആണ്, ശരിയാണ്. അതിൻ്റെ എക്യുപ്മെൻറ്റും അതിൻ്റെ ഡോക്ടറും ഒക്കെ സംഭവമാണ്. പക്ഷെ നമുക്ക് എന്തുമാത്രം അതിന് മെറ്റീരിയൽ, അതിൻ്റെ പണം നമുക്ക് ഗവൺമെൻറ് മുടക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുമാത്രം പരിമിതിയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞൊരു ഫിസിയോതെറാപ്പി ഇല്ലാത്ത മെഡിക്കൽ കോളേജ്. ഞാൻ രസകരമായി 1-2 മെഡിക്കൽ US 1-2 മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞത്, നമുക്കിത് രസകരമായൊരു കാര്യം, നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും എമർജൻസി എന്നും പറഞ്ഞൊരു വിഭാഗമുണ്ട്. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് ഒരു എമർജൻസി എന്താണെന്ന് അറിയാൻ മേലാത്തവരാണ്. അവിടെ മിക്കപ്പോഴും MBBS കഴിഞ്ഞ ഒരു ഡോക്ടറിനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും എമർജൻസിയിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഇവിടെ തന്നെ നമ്മളൊരു എമർജൻസി, ഒരു ട്രോമ ഒരു കെയർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതൊരു ട്രോമയാണല്ലോ, ഇഞ്ചുറി വരുന്നു. അത് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? അങ്ങനെയുള്ള പ്രാപ്തരായ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുണ്ടോ? മെഡിക്കൽ കോളേജിനുള്ള സംവിധാനം ഉണ്ടോ? എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഒരു എമർജൻസിയുടെ സംവിധാനത്തിൽ ഓൾമോസ്റ്റ് എല്ലാ എക്സ്പേർട്സും ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരു എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ പോലും എമർജൻസിയിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അതായത് ഒരു പേഷ്യൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള സമയം പോലും ഇല്ലാതെയുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങളുണ്ട്. അപ്പം മെഡിസിനെ നമ്മളൊരു ഹ്യൂമൻ ഫേസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരുപക്ഷെ ഈ മൂന്നാംകിട രാജ്യത്തിരുന്നുകൊണ്ട് നമ്മൾ പറയുന്നത് അതിൻ്റെ പണത്തിൻ്റെ കാര്യമാണ്. നമുക്ക് പണമില്ല, നമുക്ക് ഇപ്പം മെഡിക്കൽ കോളേജുകളിലെ സംവിധാനങ്ങളില്ല, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനമാണ്. പക്ഷെ മോഡേൺ മെഡിസിൻ നല്ലതാണ്. അത് നല്ലതാകുന്ന എപ്പോഴാണെങ്കിലും അതിന് ആവശ്യത്തിനുള്ള വിഭവങ്ങൾ വേണം. ഗവൺമെൻറ് അതിന് പണം മുടക്കണം, അല്ലെങ്കിൽ സ്വകാര്യ സംവിധാനങ്ങൾ ആ പണം മുടക്കുമ്പോൾ ലാഭേച്ഛയില്ലാതെ അത് മുടക്കണം. അപ്പോൾ മോഡേൺ മെഡിസിനെ ഹ്യൂമനൈസ് ചെയ്യാൻ നമ്മൾ ഹ്യൂമാനിറ്റീസ് ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള വളരെ വ്യക്തമായ ചില പരിമിതികളിൽ കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വരും പറഞ്ഞാൽ ഒരു ട്രോമ കൈകാര്യം ചെയ്യാൻ ഇപ്പം നമുക്കാർക്കും ഒരു എമർജൻസിയിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു മോഡേൺ മെഡിസിൻ്റെ മിനിമം പ്രോട്ടോക്കോൾ പോലും കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അവിടെ പലപ്പോഴും പഠിക്കുന്ന ഡോക്ടർമാർ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദിവസങ്ങളും മണിക്കൂറുകളും കളഞ്ഞിപ്പോൾ നമ്മുടെ ഈ ഗോൾഡൻ അവർ എന്നൊക്കെ പറയുന്നില്ലേ, അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാം, ഞാൻ ഉൾപ്പെടെ അതിൻ്റെ ഒരു വിക്റ്റിമാണ്. കാരണം നമ്മൾ എവിടെയാണ്, നമ്മളെല്ലാം ബലഹീനമാണ്. ഇപ്പോൾ രാവിലെ പറഞ്ഞതുപോലെ നമ്മൾ ഈ മോഡേൺ മെഡിസിൻ്റെ ഒരു ഒബ്ജക്റ്റായി മാറുകയാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റുമല്ലോ എനിക്കിതാ പ്രശ്നമല്ല, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഈ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഈ മോഡേൺ മെഡിസിൻ്റെ മിറക്കിൾ ആഘോഷിക്കുമ്പം പോലും
വളരെ ഡീപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക്. ഈ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത്? ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ ഒരു രോഗിക്ക് കിടക്കാൻ പോലും സംവിധാനം ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളാണ്. അപ്പം നമ്മൾ ഒരു വശത്ത് ഈ മെഡിസിൻ്റെ വലിയ പ്രോഗ്രസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും അതിന്റെ മറുവശത്ത് ഇങ്ങനെയാണ്. അപ്പം ഡോക്ടറെ പോലെയുള്ള അതെ, അപ്പൊ ഡോക്ടറെ പോലുള്ള ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അങ്ങനെ പോലുള്ള ദൈവങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇതിന്റെ മറുവശം ഞാൻ പറഞ്ഞെന്നുള്ളത്. ഞാൻ 4 വർഷത്തോളം പാരലൈസ്ഡ് ആയിട്ട് വെന്റിലേറ്റർ ആയിരുന്നു. വെന്റിലേറ്ററിൽ 3 മാസത്തോളം കിടന്ന് മോഡേൺ മെഡിസിൻ്റെ പ്രശ്നങ്ങളെ കണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച് ഫിലോസഫിക്കലായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച് മടുത്തൊരു മനുഷ്യനാണ്. എനിക്ക് ADP ഗുലൻ ബാരി സിൻഡ്രോം വന്നു. ഞാനൊരു 3 മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. അപ്പം I thought that I become a ex-machinic body, assemblage with a lot of machines, മൗത്തിലും എല്ലാ ഭാഗങ്ങളിലും മെഷീൻസ് ഘടിപ്പിച്ചുകൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കുക. ഐ എം ഓൺലി എ തിങ്കിങ് ബീയിങ്. മൈ ബ്രെയിൻ ഈസ് വർക്കിംഗ്, സ്റ്റിൽ തിങ്കിങ് അബൌട്ട് സീരിയസ്ലി തിങ്കിങ് അബൌട്ട് മൈ ബോഡി. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. എൻ്റെ ഒരു ഭാഗവും കൺപീള പോലും വർക്ക് ചെയ്യാത്ത, എന്നാൽ എല്ലാവിധത്തിൽ ചിന്തിക്കുന്ന, ഫിലോസഫിയിൽ PhD ചെയ്യുന്ന അല്ലെങ്കിൽ അത്രത്തോളം PhD ചെയ്യുന്ന ഗവേഷകനായ ഞാൻ, nobody is concerned about my body. Just the medicals are coming to my body, just making a medicinal gaze over my body. I'm taking this body as a just object for their study. I'm taking my case sheet as a peculiar case to study about a particular kind of somebody is calling other doctors and saying that this person is here, come പെട്ടെന്ന് വരൂ, നമുക്ക് ഒരു മെഡിക്കൽ ഷീറ്റ് ഉണ്ട്, ഒരു കേസ് ഉണ്ട്, എടുക്കാം എന്ന് പറയാം. അപ്പം ഞാൻ പാരലൈസ്ഡ് ആണ്, എൻ്റെ കണ്ണ് മാത്രമേ ചലിക്കുകയുള്ളൂ. എങ്കിലും ഞാൻ ഈ വെന്റിലേറ്ററിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇവർ പറയുന്നത് കേൾക്കാം വിതൗട്ട് മൈ പെർമിഷൻ ചോദിച്ചാലും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും എൻ്റെ പേര് പോലും ചോദിക്കാതെ, ഒന്ന് പുഞ്ചിരിക്കാതെ എൻ്റെ നട്ടൽ കുഴിച്ച് സിറമെടുക്കുകയും കാറിൻ്റെ കീ ഉപയോഗിച്ച് കാല് മുതൽ മേളിലോട്ട് എൻ്റെ സെൻസേഷനെ പരിശോധിക്കാൻ വേണ്ടി കുത്തി കയറ്റുകയും ചെയ്യുമ്പോൾ ഞാൻ I just want to read the wonderful work done by one of the African writer, medical apartheid, just objectifying the human body, just objectifying the lesser human for their purposes. Modern medicine ഗൈനക്കോളജിയുടെ ടൂൾസ് എല്ലാം ഡെവലപ്പ് ചെയ്തത് ആഫ്രിക്കയിലെ സ്ത്രീകളെ ലൈവായിട്ട് വജൈനൽ കട്ട് ചെയ്തുകൊണ്ട് അതിനെ ലൈവായിട്ട് പരീക്ഷണം നടത്തിക്കൊണ്ട് ഡോക്ടർ സിൻസ് നടത്തിയ മെത്തേഡിലൂടെയാണ് മോഡേൺ മെഡിസിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിരവധിയായ എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റും. എനിവേ ഞാനും ഓരോ ഒബ്ജക്റ്റിഫൈ പെട്ടിട്ടുണ്ട്. ഒരു വർഷവും 4 വർഷം നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റിലുടനീളം. ഞാനിന്ന് മാരത്തോൺ റണ്ണറാണ്. അതിനുശേഷം ഞാൻ തന്നെ ജേക്കബ് ജോർജ് ആയിരുന്നു ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലും. ജേക്കബ് ജോർജും പ്രശാന്തൻ ഡോക്ടറും കൂടി ചേർന്നിട്ടാണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുപ്പിച്ചത്. ഇന്നും രാവിലെ 10 കിലോമീറ്റർ ഓടിയിട്ട് വരുന്ന മാരത്തോൺ റണ്ണറായി ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി. പിന്നീട് എങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് മോഡേൺ മെഡിസിനെ മുഴുവൻ സൈലൻസ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനുശേഷം ദെഡ്യൂസിൻ്റെ പോസ്റ്റ് ഹ്യൂമനിസത്തിലേക്ക് പോയി. ബോഡി വിത്തൗട്ട് ഓർഗൻസ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ലൈക്ക് എഗ്, എത്ര അവയവങ്ങളില്ലെങ്കിലും ഞാൻ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഫുൾ മനുഷ്യനാണെന്നുള്ള ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ്ങിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് മാറി. പക്ഷേ എങ്കിലും മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അത്രത്തോളം നിഷ്കളങ്കമായ ഒന്നല്ല. അതിനെ പ്രശ്നവൽക്കരിക്കേണ്ടത്. അത്ര നിഷ്കളങ്കമായി മെഡിക്കൽ കോളേജിനെ എനിക്ക് കാണാൻ പറ്റില്ല. ഒരു സെക്കൻഡ് കൊണ്ട് ഇത്തരം സ്റ്റോറികൾ എൻ്റെ പ്രഷറിനെ ബൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഹീറ്റ് കൂട്ടിയിട്ടുണ്ട്. ചില നെർവസാണ്. താങ്ക് യു. ബാലകൃഷ്ണനോട് ചോദിക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സയൻസ് വിഭാഗത്തിലാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ബിനു ഒക്കെ ഉണ്ട്. നമുക്കത് ഇവിടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസ് 8 വർഷമായിപ്പം ശരിക്കും ഫിസിയോതെറാപ്പി സമയത്ത് എന്നൊരു ബുദ്ധിമുട്ട്. നമുക്കൊരു ഗവൺമെൻറ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ? ഇപ്പോൾ ഉണ്ട്. അല്ല ഇത്രയും